നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ കേന്ദ്രത്തിൽ അധ്യാപകർ ധർണ നടത്തി. MN പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മികച്ച കർഷകരെയും ഡോക്ടർമാരെയും ആദരിച്ചു. മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സെപ്റ്റംബർ 24-ന് രാജിവെക്കുമെന്ന് ഇന്ദു സുധാകരൻ അറിയിച്ചു. UDF നിർദ്ദേശപ്രകാരമാണ് രാജി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് വണ്ണപ്പുറം യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞാർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പൂമാല ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാഞ്ഞാർ SI KN ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സീറോ എമിഷൻ പദ്ധതിക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് മെഗാ ഷോയും നടന്നു. തൊടുപുഴ താലൂക്കിലെ സഹകരണ ജീവനക്കാർക്കായി ഏകദിന പരിശീലന കളരി നടത്തി. അസിസ്റ്റന്റ് രജിസ്ട്രാർ S ശ്രീജയ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ അധ്യാപക ധർണ നടത്തി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MN പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് S സാവിൻ അധ്യക്ഷത വഹിച്ചു. ഷാമോ ലൂക്ക്, MM സീനത്ത് ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. സബ് ജില്ലാ സെക്രട്ടറി K ശശിധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KA ബിനുമോൻ നന്ദിയും പറഞ്ഞു. KSTA സമരപരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ടാണ്. ഇപ്പോൾ നമ്മളൊരു 10-15 ഡിമാൻഡുകൾ കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ സബ് ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള അധ്യാപക ധർണ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കർഷക താൽപര്യം സംരക്ഷിച്ചുള്ള പരിസ്ഥിതി സംരക്ഷണം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് PT തോമസ് MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ വിശ്വാസത്തിലെടുത്തു മാത്രമേ റിപ്പോർട്ട് നടപ്പിലാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ റിപ്പോർട്ട് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ MP എന്ന നിലയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നിലപാട് കൃഷിക്കാരെ വിശ്വാസത്തിലെടുത്തും കർഷക താൽപര്യം സംരക്ഷിച്ചും ഉള്ള പാരിസ്ഥിതിക സംരക്ഷണം മാത്രമേ വിജയിക്കൂ. അതിനപ്പുറമുള്ള പാരിസ്ഥിതിക സംരക്ഷണം വിജയിക്കില്ല. അതുകൊണ്ട് കൃഷിക്കാരെ വിശ്വാസത്തിലെടുത്ത് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കൺസൾട്ടേഷൻ ഉണ്ടാവണം. ഈ റിപ്പോർട്ട് ആ തരത്തിൽ ഇത് സമീപിക്കേണ്ടതെന്നുള്ള വളരെ വ്യക്തമായി. ബാക്കി അതാണ് അതിൻ്റെ സംക്ഷിപ്തം ഞാൻ പറഞ്ഞതിൻ്റെ. ഞാൻ മാത്രമല്ല അവിടെ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള MPമാരും ഒരു പൊതു നിലപാടതായി. ഇടുക്കി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ VA ജോസ് അധ്യക്ഷത വഹിച്ചു. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ R ശ്രീനിവാസൻ, ഡോക്ടർ റസിയ കൊന്താലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉടുമ്പന്നൂർ കുറുമുള്ളാനിയിൽ KB ഷൈനിനെ മികച്ച ക്ഷീര കർഷകനായും മാന്നാങ്കോണ്ട സ്വദേശി ലിനോ എൽദോസിനെ മികച്ച യുവ കർഷകനായും തെരഞ്ഞെടുത്തു. വെറ്റിനറി സർജൻ ഡോക്ടർ ബിജു J ചെമ്പരത്തിയെ മികച്ച പബ്ലിക് റിലേഷൻസ് ഓഫീസറായി തെരഞ്ഞെടുത്തു. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ വലിയ സന്തോഷമുണ്ട്. യഥാർത്ഥ ഈ ഗുജറാത്തിലെ വിപ്ലവം ധവള വിപ്ലവമായിരുന്നു. UDF നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം 24-ന് രാജിവെക്കുമെന്ന് ഇന്ദു സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ കാര്യത്തിൽ ധാരണ ഉള്ളതായി അറിവില്ലാത്തതിനാലാണ് രാജി തീരുമാനം വൈകുവാൻ കാരണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് സഹകരണം നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നതായും ഇന്ദു സുധാകരൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പി.ടി. തോമസ് എം.പി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ലീലമ്മ ജോസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കൊച്ചു ത്രേസ്യ പൗലോസ്, ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മേഴ്സി ജോയി, നിയോജക മണ്ഡലം പ്രസിഡന്റ് നൈറ്റ് സി കുര്യാക്കോസ്, നഗരസഭാ കൗൺസിലർ ഷീജ ജയൻ, കോൺഗ്രസ് നേതാക്കളായ ജോൺ നെടിയപാല, എൻ.ഐ. ബെന്നി, ജിയോ മാത്യു, എ.എൻ. ദിലീപ് കുമാർ എന്നിവരും പങ്കെടുത്തു. ഞാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നാളെ രാജിവെക്കുകയാണ്. എന്നോട് ഇതുവരെ സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി നേതാക്കൾ, സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ആദ്യമേ തന്നെ എല്ലാവരോടും തന്നെ നന്ദി പറയുക. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മാറിയപ്പോഴത്തേക്കിന് വൈസ് പ്രസിഡൻറ്റും മാറണമെന്ന ധാരണയുടെ കാര്യം യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ മാത്രമല്ല എൻ്റെ പാർട്ടിയും എന്നോട് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കളായ ബിജു മറ്റപ്പള്ളി, രാജൻ താഴെത്തൊട്ടിയിൽ, ഷാഹുൽ പള്ളത്തുപറമ്പിൽ, മാർട്ടിൻ മാണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയുടെ മാത്രമല്ല കേരളത്തിന്റെ ഒരു പൊതുവികാരമായി കണക്കിലെടുത്ത് ഈ റിപ്പോർട്ട് തള്ളിക്കളയണം എന്ന അതിശക്തമായ ആവശ്യം ഞങ്ങളുടെ പാർട്ടി ഉന്നയിക്കുകയാണ്. അടുത്ത കൂടുന്ന UDF ഉന്നതാധികാര സമിതി യോഗത്തിൽ അതിശക്തമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ പട്ടയം കൊടുക്കാൻ പറ്റില്ല. പിന്നെ പ്ലാന്റേഷൻ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയ നഗരസഭാ ചെയർമാന്റെയും ചില നടപടികൾക്കെതിരെ 24-ന് തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി KR രാജീവ്, BMS ജില്ലാ ട്രഷറർ സിബി വർഗീസ്, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് S സുധാകരൻ, PM രാമകൃഷ്ണൻ, PR കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ള കൊടി തോരണങ്ങൾ മുനിസിപ്പൽ അധികൃതർ അഴിച്ചു മാറ്റുകയും അതിൻ്റെ പേരിൽ സംഘടനാ പ്രവർത്തകരുടെ ചില പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ തൊടുപുഴ നഗരത്തിൽ നടന്നിരുന്നു. അതിൻ്റെ പിന്നിലൊരു ഗൂഢ ഉദ്ദേശം ഒളിഞ്ഞിരിക്കുന്നു എന്ന് തൊടുപുഴയിലെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയം പോലെ തന്നെ പത്രങ്ങളിൽ കഴിഞ്ഞ് ഇന്നലത്തെ പത്രങ്ങൾ എഴുതിയിരുന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് വണ്ണപ്പുറം യൂണിറ്റ് വാർഷികവും കുടുംബസംഗമവും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജയൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാളിയാർ സബ് ഇൻസ്പെക്ടർ MD തോമസ്, ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ്, ജില്ലാ സെക്രട്ടറി MK മോഹനൻ, ജില്ലാ ട്രഷറർ K ഭാസ്കരൻ, അമ്പിളി രവികല, യൂണിറ്റ് കമ്മിറ്റി അംഗം ടാജു മോഹൻ മാത്യു, ജോബി തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റുള്ള ജില്ലകളിൽ ചെയ്യാത്തതിന്റെ കാണാത്തതിന്റെ പേരിൽ തീർച്ചയായും തൊടുപുഴ വ്യക്തിച്ച് ഇടുക്കി ജില്ലയുടെ കമ്മിറ്റി ആദരിക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുക ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു കടപ്പുറം മരണപ്പെട്ടുപോയി, അതേപടി TV ഫ്രാൻസിസ് മരണപ്പെട്ടുപോയി, അതുപോലെ MR തർമൻ മരണപ്പെട്ടുപോയി, അതുപോലെ T ജീവൻ, മധു, അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ ഇനിയും അന്ന് മുമ്പപ്പെടുത്താൻ അതിനുണ്ട്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രീഷ്യന്മാരുടെ സംസ്ഥാനതല ന്യൂറോളജി കോൺഫറൻസ് സെപ്റ്റംബർ 23-ന് തൊടുപുഴയിൽ നടത്തുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ CC മേനോൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ തൊടുപുഴ മൂൺലിറ്റ് ഹോട്ടലിലാണ് സമ്മേളനം നടക്കുന്നത്. ഡോക്ടർ AN സുജിത്ത്, ഡോക്ടർ KP വിജയൻ, ഡോക്ടർ PS ബിന്ദു, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞ്, ഡോക്ടർ മേരി ഐപ്പ്, ഡോക്ടർ D കൽപ്പന, ഡോക്ടർ TM അനന്തകേശവൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുക്കും. സംസ്ഥാനതല ന്യൂറോളജി കോൺഫറൻസ് സെപ്റ്റംബർ 23-ന് തൊടുപുഴയിൽ വെച്ച് നടത്തുന്നതാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ തൊടുപുഴ മൂൺലൈറ്റ് ഹോട്ടലിൽ വെച്ചാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും
കേരളത്തിന് പുറത്തുനിന്നുള്ള പല മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളും ന്യൂറോളജി സ്പെഷ്യലിസ്റ്റുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന തലകറക്കം. ട്രൈബൽ ജനമൈത്രി കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് EN ഓമനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാഞ്ഞാർ സബ് ഇൻസ്പെക്ടർ KN ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ മോഹൻദാസ് പുതുശ്ശേരി, വിജി രവികുമാർ, PTA പ്രസിഡന്റ് ശശികുമാർ കിഴക്കേടം, സ്കൂൾ പ്രിൻസിപ്പൽ ജോയി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി സൈബർ സെൽ ഇൻസ്പെക്ടർ CR ശശിധരൻ ക്ലാസിന് നേതൃത്വം നൽകി. ജനമൈത്രി കോർഡിനേറ്റർ TR രാജൻ സ്വാഗതം പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റിയൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഇതത്ര ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. വലിയ കാര്യമെന്ന് പറയാൻ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ സൈബർ കുറ്റ ഓൾ കേരള റേഷൻ കാർഡ് ഓണേഴ്സ് അസോസിയേഷൻ പൊതുയോഗം പെരിങ്ങാശ്ശേരിയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV സിദ്ധാർത്ഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MR സാബു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ, PR ബിജു, അഖിലേഷ് ദാമോദരൻ, രമ്യ റെജി, മാധവൻ അരീക്കരയിൽ, അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓൾ കേരള റേഷൻ കാർഡ് ഓണേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുവാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത് സ്വതന്ത്ര ഇന്ത്യ മുതൽ റേഷൻ സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ മുതൽ റേഷൻ കടക്കാരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരും ഹോൾസെയിലുകാരും ഒന്നുചേർന്നുകൊണ്ട് തൊടുപുഴ നഗരം വീണ്ടും ഗതാഗതക്കുരുക്കിലായി. വെള്ളിയാഴ്ച വൈകുന്നേരം തൊടുപുഴ KSRTC ജംഗ്ഷനിലാണ് മണിക്കൂറുകളോളം നീണ്ട ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെട്ടത്. ഗതാഗതം നിയന്ത്രിക്കുവാൻ പോലീസുകാരുണ്ടായിരുന്നുവെങ്കിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു. തൊടുപുഴ ഡയറ്റ് ലാബ് സ്കൂളിൽ നിറവ് പദ്ധതി പ്രകാരം പച്ചക്കറി വിത്ത് വിതരണവും സ്കൂൾ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. കൗൺസിലർ നജി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കൃഷി ഫീൽഡ് ഓഫീസർ KK ശ്രീധരൻ കൃഷിരീതികളെ സംബന്ധിച്ച ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, അധ്യാപിക ഷീല എന്നിവർ പ്രസംഗിച്ചു. എല്ലാ സ്കൂളുകളിലും, അതായത് നമ്മുടെ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളെ ഉൾപ്പെടുത്തി അവരെ കൊണ്ട് പച്ചക്കറി കൃഷി സ്വന്തമായിട്ട് വീടുകളിൽ ചെയ്യിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗാണിത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി നടന്ന മെഗാ ഷോയിൽ ജനപ്രതിനിധികളും സഭാ നേതാക്കളും പങ്കെടുത്തു. മാർ ജോർജ് പുന്നക്കാട്ടിൽ, മന്ത്രി PJ ജോസഫ്, PT തോമസ് MP, നഗരസഭാ ചെയർമാൻ TJ ജോസഫ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. രാജ്യത്ത് ഒട്ടേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. IT മേഖലയിൽ വൻപിച്ച കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പല മേഖലകളിലും ഇന്ത്യക്ക് സ്പേസ് റിസർച്ച് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊബൈലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈലുള്ള രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറിയിരിക്കും. ഇവിടെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ മെഗാ ഷോ നടന്നു. സിനിമാ താരം കലാഭവൻ മണി, ഏഷ്യാനെറ്റ് സിനിമാല ടീം എന്നിവർ ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. Oh,